ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. 6:47 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിരാവിലെ ഒന്നല്ല, എന്നാലും രാവിലെ എണീറ്റിരുന്ന് എന്തിനാ ഈ വീഡിയോ എടുക്കണേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കാര്യം ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. പക്ഷേ ബാക്കി ദിവസം കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലെ ഞാൻ അത്യാവശ്യം ഉറങ്ങി. 2.5 hours എനിക്ക് കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടി. ചില ദിവസം അതും കിട്ടാറില്ല. അതൊക്കെ എനിക്കിപ്പോൾ ലക്ഷറിയാണ്. ഉറക്കമൊക്കെ ഇപ്പോൾ ലക്ഷറിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് നേറ്റൽ കെയറിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 14 days ഒരു ട്രീറ്റ്മെൻറ്റ് പാക്കേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആരണ്യവേദ എന്ന് പറയുന്ന ഒരു ആയുർവേദിക് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് അവിടെ പോയി ഡെയിലി പോയി ചെയ്യാമെന്നാണ്. കാര്യം നിയർ ബൈ ആണ് നമ്മുടെ ഈ ഒരു സെൻറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച പോരല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു അവരുടെ വീട്ടിൽ വന്നിട്ട് ഹോം സർവീസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഹോം സർവീസാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അവർ ഡെയിലി രാവിലെ ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും വരും. നമ്മൾ അപ്പോഴത്തേക്കും റെഡി ആയിട്ട് ഇരിക്കണം. അപ്പം കുഞ്ഞാവ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞാവ് ഇന്നലെ, അതായത് കുഞ്ഞാവ് നോർമലി ഒരു 3 o'clock 4 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഫുൾ ഓണാണ്. അതായത് പാലുടിക്കുക, ഉറങ്ങുക, കരയുക, അപ്പിടുക, അങ്ങനെ ഒരു ഒരു മൊത്തത്തിലുള്ളൊരു പരിപാടി. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒരു 10 minute ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ എണീറ്റിരുന്ന് കരയും. അപ്പോൾ നമുക്ക് എന്തിനാണ് കരയണമെന്ന് മനസ്സിലാവില്ല. പിന്നെ കുറേ നേരം കൊണ്ട് നടക്കണം. പിന്നെ നമ്മൾ പാൽ കൊടുക്കണം. പിന്നെ അങ്ങനെ ഒരു റുട്ടീൻ പോലെ. ഓക്കെ, ഇത് കഴിഞ്ഞ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പം രാവിലെ ഇപ്പം ഈ സമയത്തൊക്കെ ഞാൻ കിടന്നുറങ്ങാറാണ് പതിവ്. ഇപ്പം അവനെ അമ്മ എടുത്തുകൊണ്ട് പോയി. കാര്യം കരയണമുണ്ട് അവൻ എടുത്തോണ്ട്. സോ നോർമലി ഞാനാണ് വെച്ചുകൊണ്ടിരിക്കാറ്. ഇപ്പോൾ അമ്മ എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പോൾ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുന്നത്, അതായത് ലോങ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 14 days ട്രീറ്റ്മെൻറ്റിൽ ഇന്ന് 5 ദിവസം കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇത്രയും ദിവസം എന്താ വീഡിയോ എടുക്കാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ഫസ്റ്റ് 5 days അവർ ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാം സെയിം ആയതുകൊണ്ട് ആദ്യത്തെ 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് 5 days അവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നല്ലൊരു ഹെഡ് മസാജ് തരും അവരാദ്യം. ഉറക്കമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങാം. ആ ഹെഡ് മസാജിൽ നമുക്ക് ഓയിൽ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അവർ ഓയിൽ ഉപയോഗിക്കില്ല. ഓക്കെ, ഓയിൽ ഉപയോഗിക്കാതെ തന്നെ അവർ ഒരു ഹെഡ് മസാജ് തരും. അത് കഴിഞ്ഞിട്ട് ഒരു ഫേസ് മസാജ് തരും. ഫേസ് മസാജിനും അവർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മേലെ കൂടെ അവരൊരു പാക്ക് യൂസ് ചെയ്യും, ഫേസ് പാക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ ബോഡി മസാജ് ഉണ്ട് ഓയിൽ യൂസ് ചെയ്തിട്ട്. ഭയങ്കര സുഖമാണ്. ആ ഒരു മസാജിലാണ് നമുക്ക് എവിടേക്കാണ് വേദനയുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പല സ്ഥലത്തും നീരുകെട്ടിരിപ്പുണ്ടാവും. അത് അവിടേക്ക് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കറക്റ്റ് മനസ്സിലാവും, ആഹാ ഇവിടെ വേദനയുണ്ട്, അവിടെ വേദനയുണ്ട്. കാര്യം നമ്മൾ ബോഡിക്ക് ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ആ സമയത്തിന്. ഭയങ്കര ഡെലിക്കേറ്റ് ആയിരിക്കും. നമ്മളൊരു പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു ബോഡി ആയിരിക്കും. അപ്പോൾ അത്രയും കെയറോടുകൂടിയാണ് അവരെ മസാജ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് ഡേയിലത്തെ എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഡേയിലത്തെ എൻ്റെ ബോഡിയിലെ പെയിൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം പെയിൻ കുറഞ്ഞു. എനിക്ക് നല്ല നടുവേദന ഉണ്ടായിരുന്നു. അത്യാവശ്യം പല സ്ഥലങ്ങളിൽ വേദന ഉണ്ടായിരുന്നു. കയ്യിൽ, കാലിൽ, തൊടയിൽ, വയറിൻ്റെ അവിടെ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നല്ല നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. 5 days കഴിഞ്ഞിട്ടാണ്. ഇതുപോലെ 14 daysലും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയമാകുമ്പോഴത്തേക്കും സെറ്റാവും. ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെറ്റാവുമായിരിക്കും. ആയിരിക്കില്ല. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഫുൾ ബോഡിയിലൊരു പാക്ക് യൂസ് ചെയ്യും, ഒരു മഞ്ഞൾ പാക്ക് യൂസ് ചെയ്യും. നല്ല തണുപ്പാണ്. തണുപ്പ് കാലാവസ്ഥയും കൂടെ ആണെങ്കിൽ ഇങ്ങനെ തണുത്ത് വിറച്ചിരിക്കാം. അത് കഴിഞ്ഞിട്ട് അവർ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുളിപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ കുളിപ്പിച്ച് തരും കേട്ടോ. അത് എന്തിനാണെന്ന് എനിക്ക് വഴി മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ അനങ്ങാൻ പറ്റാതിരിക്കണോണ്ടായിരിക്കും അവർ കുളിപ്പിച്ചിങ്ങനെ ബോഡിയൊക്കെ സ്ക്രബ് ചെയ്ത് തരും. പയറുപൊടി വെച്ചിട്ട് ഒരു മിക്സ് തരും. അത് വെച്ചിട്ടാണ് നമ്മൾ ബോഡിയിൽ ഈ എണ്ണയൊക്കെ കളയുന്നത്. അപ്പം ഒരു ബക്കറ്റിൽ അവർ നമ്മളെ കുളിപ്പിച്ചെടുത്തിട്ട് ബാക്കി നമ്മളോട് തന്നെ ഫ്രഷ് ആവാൻ പറയും. അത് കഴിഞ്ഞിട്ട് അവിടെ ഉച്ചയിൽ രാസ്നാദിപ്പൊടി തിരുകിയിട്ട് വയറിൽ കെട്ടിത്തരും. C-section ആണെങ്കിൽ ഒരു രീതിയിലും നോർമൽ ഡെലിവറി ആണെങ്കിൽ വേറൊരു രീതിയിലുമാണ് വയറ് കെട്ടിത്തരുന്നത്.
ബെല്ലി ബൈൻഡിങ് എന്ന് പറയുന്നത് വയറ് കുറയാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമ്മുടെ കോർ ഭയങ്കര ലൂസനായി കിടക്കുക, മസിൽസ് എല്ലാം ഭയങ്കര ലൂസായി കിടക്കുകയായിരിക്കും. അപ്പോൾ അതൊന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെല്ലിയിൽ ഇങ്ങനെ കെട്ടിത്തരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഇറുക്കിയാണ് കെട്ടുന്നത്, കുറച്ച് സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ബട്ടർ പോലത്തെ സാധനം യൂസ് ചെയ്യും, നമ്മുടെ പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറയാൻ വേണ്ടിയിട്ട്. അതും ഇതെല്ലാം പ്രിപ്പയർ ചെയ്യണത് ഇവരുടെ ഡോക്ടർ തന്നെയാണ്. ബട്ടർ, മഞ്ചിഷ്ട അങ്ങനെ എന്തൊക്കെയോ മിക്സ് ചെയ്ത ഒരു സംഭവമാണ്. അതിങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കാൻ പറയും. അതിൽ നിന്ന് അവരെടുത്തിട്ട് നമ്മുടെ വയറിൽ തേച്ചിട്ട് ഈ സാധനം വെച്ച് ഇങ്ങനെ കെട്ടി ബൈൻഡ് ചെയ്ത് നമുക്ക് തരും. അതിൻ്റെ കൂടെ നമ്മുടെ ഹെയറിൽ കുന്തിരിക്കാൻ വെച്ചിട്ട് പുകച്ച് തരും. ഫസ്റ്റ് 5 days നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ല ചേഞ്ച് ഉണ്ട്. ബാക്കി ഇനി എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. കാര്യം ഇനി ട്രീറ്റ്മെൻറ്റിന് കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് നമ്മുടെ തെറാപ്പിസ്റ്റിനോട് തന്നെ ചോദിക്കാം എന്താണ് ആ ചേഞ്ച് എന്നുള്ളത്. ഓക്കെ, സോ വെളിയിൽ ഈ ഒരു റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു റൂം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കൊടുക്കണം അല്ലേ? റൂമും കൊടുക്കണം, അതുപോലെ തന്നെ ബാത്റൂമും കൊടുക്കണം. അങ്ങനെയാണ് അവർക്ക് നമ്മളെ ഞാൻ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നിങ്ങൾ തന്നെ നമ്മളെ കുളിപ്പിക്കേണ്ട ഉദ്ദേശം എന്താണ് മനസ്സിലായില്ല? നമുക്ക് വയ്യാത്തത് കൊണ്ട് കുളിപ്പിച്ച് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ തെറാപ്പിസ്റ്റ്, നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന തെറാപ്പിസ്റ്റ് വിജി. അപ്പോൾ ഇന്ന് 5 days കഴിഞ്ഞു. 5 days കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ആശ്വാസമുണ്ട്. ഓക്കെ, വളരെ നന്ദിയുണ്ട്. കാര്യം എനിക്ക് തുടക്ക സമയത്ത് അത്യാവശ്യം നല്ല പെയിനുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെയൊക്കെ ഞാൻ ഉറങ്ങിയിട്ടൊക്കെ എണീച്ചപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം എണീക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ നടു പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ എണീക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ന് 5 days കഴിഞ്ഞിട്ട് നമ്മൾ കീഴ് സ്റ്റാർട്ട് ചെയ്യാണ്. കീഴ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു സ്റ്റൗവും ഇതുപോലത്തെ സെറ്റപ്പൊക്കെ അവർക്ക് കൊടുത്താലേ ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതെന്ത് കിഴിയാ? പൊടിക്കിഴി കഴിഞ്ഞിട്ടാണ് പിന്നെന്താ ഇലക്കിഴി വരണല്ലേ. അത് കഴിഞ്ഞ് നമുക്ക് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ പോലെ കുറേ അധികം സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഫേസ് മാസ്ക്, ബോഡി മാസ്ക്, ഇതല്ലേ എണ്ണ, ഓയിൽ, ഇതവർ ചൂടാക്കിയിട്ടാണ് നമ്മളെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് തരുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി ട്രീറ്റ്മെൻറ്റ് എനിക്ക് കാണിക്കാൻ പറ്റില്ല. കാര്യം ബോഡിയിൽ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് അവർ നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഹെഡ് മസാജ് കഴിഞ്ഞു. ഇനി ഞാൻ ഫേസ് മസാജ് ചെയ്യാനായിട്ട് പോവാണ്. അത് കഴിഞ്ഞ് ബോഡി മസാജുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കുളിയും കാര്യങ്ങളൊക്കെ വരണേ. രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് ഊരിക്കളഞ്ഞിട്ട് കിടന്നുറങ്ങാം. നല്ല ടൈറ്റായിട്ടാണ് കെട്ടി വെച്ചേക്കണം. നമുക്കൊരു അതായത് എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിലുണ്ടായിരുന്ന വയറിനെക്കാട്ടും കുറച്ചും കൂടെ ഒതുങ്ങിയിട്ടുണ്ട്. വേറെ ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധനം കെട്ടുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ അന്ന് ഞാൻ നിർത്തിയത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3, 4, 5, 6, 7 ദിവസം കഴിഞ്ഞാണ് തോന്നുന്നു ലാസ്റ്റ് ഡേ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ നൂലുകെട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റിന് പോകാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ വേത് വെള്ളം ചൂടാക്കി കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഇനി ബാക്കി ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ധാര, ഉഴിച്ചിൽ, ബേസിൽ, കറക്റ്റ് സ്റ്റെപ്സ് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അപ്പോൾ അന്ന് നമുക്ക് 5 ദിവസത്തെ
പൊടിക്കിഴി ഉണ്ടായിരുന്നു. പൊടിക്കിഴി കഴിഞ്ഞിട്ട് 3 ദിവസം നമുക്ക് ഇലക്കിഴി, 2 ദിവസം ഞവരക്കിഴിയും ഞവര തേപ്പും ഒന്നാണോ? ഞവരക്കിഴിയും ഞവര തേപ്പും ഒന്നാണ്. അതെനിക്ക് അറിഞ്ഞൂടാ. കിഴി എന്ന് പറയുമ്പോ കിഴിയായിട്ട് തന്നെ വരില്ലേ? എന്നോട് തേപ്പെന്നാ പറഞ്ഞേ. അതിന്റെ ഓർമ്മ കിഴി എന്ന് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. നമ്മൾ ഈ ഞവര വേവിച്ചാണ് നോർമലി തേക്കാറ്, പക്ഷെ അവര് പൊടിച്ചിട്ട് അതിൽ മരുന്നൊക്കെ കൂട്ടൊക്കെ ചേർത്തിട്ട് ആണ് തേച്ചത്. അപ്പം അതെന്താന്ന് വെച്ചാല് ഈ ഞവര അരി വേകാനായിട്ട് ഒത്തിരി ടൈം എടുക്കും. അപ്പൊ ആ ട്രീറ്റ്മെന്റ് ടൈം ഡിലേ ആവും. അതുകൊണ്ട് അവരങ്ങനെയാണ് ആ പൊടി കൊണ്ടുവരുന്നത്. അപ്പോൾ അതാണ് നമുക്ക് തേച്ച് തരുന്നത്. നമ്മുടെ സ്കിന്നും ബോഡിയൊക്കെ സ്മൂത്ത് ആവാനും കുറച്ചുകൂടെ ബ്രൈറ്റ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ടേപ്പ് അവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി പോയിട്ട് നമുക്ക് ബാക്കി ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പം രാവിലെ പോയതാ, ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് ഉച്ചരിയായി. നല്ല വിശപ്പുണ്ട്, നല്ല ഉറക്കമുണ്ട്. കാര്യം ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. മറ്റേ ധാരയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് നല്ല സുഖമുണ്ടായിരുന്നു. കുറച്ച് നേരം ഉറങ്ങി, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കുഞ്ഞിനെ കുളിപ്പിച്ചു. അവന് നല്ല സുഖം ഉറക്കമാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു. നോർമലി ഉള്ള ഹെഡ് മസാജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹെഡ് മസാജ് കഴിഞ്ഞിട്ട് എന്തായിരുന്നു എക്സ്ട്രാ വന്നത്, നമ്മുടെ ഫേസിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ അവർ എടുത്തു. മൂക്കൊക്കെ ചുമന്നിരിക്കുന്നു. അതുകൊണ്ട് ഫേഷ്യൽ തന്നെ 3-4 എണ്ണമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഗ്ലോ ഫേഷ്യൽ, അങ്ങനെ പല ടൈപ്പ് ഫേഷ്യൽ. അവർ തുടച്ച് വീണ്ടും ഇട്ട്, തുടച്ച് വീണ്ടും ഇട്ട്, അങ്ങനെ കുറച്ച് ഫേഷ്യൽസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുൾ ബോഡി മസാജ് ഉണ്ടായിരുന്നു, ഓയിൽ മസാജ്. അത് കഴിഞ്ഞിട്ട് ധാര ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേദുകുളി. ഇതായിരുന്നു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വയറ് കെട്ടി തന്നു. മൂക്കിൽ പുക, ധൂപം എന്നല്ലേ അതിന് പറയണേ, ധൂപം, അതുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. വലിച്ചു കയറ്റിയപ്പോഴത്തേക്ക് മൂക്കൊന്ന് ഇരിഞ്ഞു. അതുണ്ടായിരുന്നു. ധൂമം എന്നാണോ? സോറി, ധൂപമല്ല, ധൂപം. അത് എന്തായാലും ട്രീറ്റ്മെൻ്റ് ഒക്കെ അത്യാവശ്യം നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആരുണ്യവേദ ചൂസ് ചെയ്യാം. എനിക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് പല പാക്കേജസ് ഉണ്ട്. 14 days, 21 days, 28 days എന്നൊക്കെ പറഞ്ഞ് പല പാക്കേജസ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ പാക്കേജിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിന് ഡയറക്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ തരാം. കാര്യം ഞാൻ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് പറയാത്തതിൻ്റെ കാര്യം, ഓരോ സ്ഥലത്ത് ഓരോ പ്രൈസ് റേഞ്ചാണ് വരണത്. അപ്പം അത് അവരാണ് ഡിസ്ക്ലോസ് ചെയ്യാനുള്ളത്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.